മനുഷ്യനുണ്ടായ കാലം മുതൽ കേൾക്കുന്ന ഒന്നാണ് പ്രേതത്തെ പറ്റിയുള്ള സംശയങ്ങൾ. അതുപോലെ തന്നെ പ്രേതത്തെ പറ്റിയുള്ള ഒട്ടനവധി കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. അത്തരത്തിൽ ഒരു നാടിനെ തന്നെ വിറപ്പിച്ച ഒരു ശവക്കല്ലറയുടെ കഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ വേണ്ടി പോകുന്നത്. ബിയോണ്ട് ദ ഗ്രേവ് എന്ന പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ഈ വിചിത്ര സംഭവം അല്ലെങ്കിൽ ഈ വിചിത്രമായ കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള നിങ്ങൾക്കായിട്ട് ഇവിടെ പറയട്ടെ. ഓക്കെ ബ്രോസ്, വെൽക്കം ബാക്ക് ജി ബ്രോസ്. ഏകദേശം 1938 കാലഘട്ടം. അന്ന് ആ നാട്ടിലെ എല്ലാവരും ഭയത്തോടെ സംസാരിച്ചിരുന്നത് ആ ശവക്കല്ലറയെ പറ്റിയിട്ടായിരുന്നു. ആ നാട്ടിലെ എല്ലാവരും ഈ ശവക്കല്ലറയെ വിളിച്ചിരുന്നത് ശപിക്കപ്പെട്ട കല്ലറ എന്നായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ നാട്ടിലെ കുറച്ച് ചെറുപ്പക്കാർ ഈ കല്ലറയ്ക്ക് സമീപത്തായി ഇരുന്ന് സംസാരിക്കുന്നത്. എല്ലാ കൂട്ടത്തിലും കാണുമല്ലോ ധൈര്യശാലി എന്ന് നടിക്കുന്ന ഒരുത്. ഈ കൂട്ടത്തിലും ഉണ്ടായിരുന്നു അങ്ങനെ ഒരാൾ. അവൻ തന്റെ ധൈര്യം കാണിക്കുവാനായിട്ട് ആ ശവക്കല്ലറയുടെ മുകളിൽ കയറിയിരിക്കുകയും അതിനു മുകളിൽ വലിയൊരു പാറക്കഷ്ണം കയറ്റി വെക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് അവനൊപ്പം ഉണ്ടായിരുന്ന എല്ലാവരും അവൻ്റെ ധൈര്യത്തെ സമ്മതിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം കുറച്ചു നേരത്തെ സംസാരം കഴിഞ്ഞ് എല്ലാവരും തിരികെ വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നു. എന്നാൽ ഈ ശവക്കല്ലറയ്ക്ക് മുകളിൽ കയറിയിരുന്നവൻ മാത്രം തിരികെ വീട്ടിലേക്ക് എത്തിയില്ല. ഏറെ വൈകിയിട്ടും അവനെ കാണാതായപ്പോൾ അവൻ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി തിരക്കി ഇറങ്ങിയവർ കണ്ടത് വഴിയരികിൽ വീണ് കിടക്കുന്ന സൈക്കിളായിരുന്നു. ആ സൈക്കിളിന്റെ ചങ്ങലയിൽ അവന് കഴുത്ത് കുരുങ്ങി അവൻ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് വെറും ഒരു ആക്സിഡന്റ് അല്ല, ഇതൊരു കൊലപാതകമായിരിക്കുമെന്ന് സംശയിച്ചു നിൽക്കുന്ന ആ നാട്ടുകാർക്ക് മറ്റൊരു വാർത്തയാണ് കേൾക്കാൻ സാധിച്ചത്. ആ ചെറുപ്പക്കാരൻ ഏതാനും സമയം മുൻപ് ശവക്കല്ലറയുടെ മുകളിൽ കയറിയിരിക്കുകയും അതിനു മുകളിൽ വലിയൊരു പാറക്കഷ്ണം കയറ്റി വെക്കുകയും ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ആ ശവക്കല്ലറയെ ബഹുമാനിക്കാതിരിക്കുകയും അത് നശിപ്പിക്കാൻ ശ്രമിക്കുകയുമാണ് അവൻ ചെയ്തിട്ടുള്ളത്. അതിന്റെ ഫലമായിട്ട് തന്നെയാണ് അവൻ മരണപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു വാർത്ത ആ നാട്ടിൽ ഒരു തീയായി പടർന്നു. കാരണം മുന്നേ തന്നെ ആ ശവക്കല്ലറയെ പറ്റി ആളുകൾക്ക് വിചിത്രമായ അനുഭവങ്ങളും വിചിത്രമായ അഭിപ്രായങ്ങളുമാണ് ഉള്ളത്. അതിനൊപ്പം തന്നെ ഈ ചെറുപ്പക്കാരൻ്റെ മരണവും ആ ശവക്കല്ലറയെ ചുറ്റിപ്പറ്റിയുള്ളതായതുകൊണ്ട് തന്നെ ആ കഥ ആ നാട്ടിലൊന്നൊക്കെ പടർന്നു പിടിക്കുവാൻ ആരംഭിച്ചു. ഇത് കേട്ട ആ ചെറുപ്പക്കാരൻ്റെ അമ്മയും തൻ്റെ മകൻ്റെ മരണത്തിന് കാരണമായ ആ ശവക്കല്ലറ ഇനി ഈ നാട്ടിൽ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു കോടാലി എടുത്തുകൊണ്ട് ഇറങ്ങുന്നുണ്ട്. അവർ നേരെ പോയത് ആ ശ്മശാനത്തിലെ ശവക്കല്ലറയുടെ അടുത്തേക്കായിരുന്നു. അതിലവർ പല കുറി ആഞ്ഞു വെട്ടുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും ഓടിയെത്തിയ നാട്ടുകാർ അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ച് തിരിച്ചയക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പിറ്റേ ദിവസം ആ നാടുണർന്നത് ആ സ്ത്രീയുടെ മരണവാർത്ത കേട്ടായിരുന്നു. തുണി ഉണക്കാൻ ഉപയോഗിക്കുന്ന കയറിൽ കഴുത്ത് കുടുങ്ങി ആ സ്ത്രീ മരണപ്പെട്ടിരിക്കുന്നു. ഈ വാർത്ത ആ ഗ്രാമത്തിലെ ജനങ്ങളിൽ വലിയ രീതിയിലുള്ള ഭീതി ഉളവാക്കി. ഈ മരണങ്ങൾക്കെല്ലാം കാരണം ആ ശവക്കല്ലറയും ആ ശവക്കല്ലറയ്ക്കുള്ളിൽ കഴിയുന്ന കാൾപ്രോട്ട് എന്ന ശപിക്കപ്പെട്ട ആത്മാവുമാണെന്ന് ആ നാട്ടുകാരെല്ലാവരും അടിയുറച്ച് വിശ്വസിക്കുവാൻ ആരംഭിച്ചു. ആരാണ് ഈ കാൾപ്രോട്ട്? അയാൾ ഒരു കാർപ്പൻ്റർ ആയിരുന്നു. എങ്ങനെയാണ് അയാൾ മരണപ്പെട്ടത് എന്ന് ചോദിച്ചാൽ എല്ലാ ദിവസവും അയാൾ കഠിനമായി ജോലി ചെയ്യുമായിരുന്നു. ഒരു ദിവസം അത്തരത്തിൽ ജോലിക്കിടയിൽ അയാൾ തിരികെ വീട്ടിലേക്ക് വന്നു. തൻ്റെ ഭാര്യ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കുമെന്ന പ്രതീക്ഷയോടെയായിരുന്നു അയാൾ വീട്ടിലേക്ക് വന്നത്. വീട്ടിലേക്ക് കയറുന്നതിന് മുൻപ് അയാൾ തൻ്റെ ഭാര്യയെ അഭിവാദ്യം ചെയ്തു. എന്നാൽ അടുക്കളയിൽ നിന്നും ഒരു മറുപടിയും അയാൾക്ക് വന്നില്ല. എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയ അയാൾ ഉടനെ തന്നെ വീട്ടിൽ കയറി അടുക്കളയിൽ ഒന്നാകെ സെർച്ച് ചെയ്തു. എന്നാൽ അവിടെയൊന്നും തൻ്റെ ഭാര്യയെ കാണാൻ അയാൾക്ക് സാധിച്ചില്ല. ഉടനെ തന്നെ അയാൾ വീട്ടിലെ മറ്റു റൂമുകൾ തുറന്നു നോക്കുന്നുണ്ട്. എന്നാൽ വീട്ടിലെ കിടപ്പുമുറി തുറന്നതും തൻ്റെ ഭാര്യ മറ്റൊരുവനുമൊത്ത് കിടക്ക പങ്കിടുന്നതാണ് അയാൾ കണ്ടത്. ഇത് കണ്ട കാളിന് ദേഷ്യം അടക്കുവാനായില്ല. കോപത്താൽ അന്ധനായ കാൾ തൻ്റെ കയ്യിൽ കിട്ടിയ ചങ്ങൽ ഉപയോഗിച്ച് അയാളുടെ ഭാര്യയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. ഈ സമയം കൊണ്ട് തന്നെ ആ കാമുകൻ ഇറങ്ങി ഓടി രക്ഷപ്പെട്ടിട്ടുമുണ്ടായിരുന്നു. എന്നാൽ അല്പസമയത്തിന് ശേഷം കാളിന് സ്വബോധം തിരിച്ചു വന്നപ്പോൾ അയാൾ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് മനസ്സിലാക്കി പശ്ചാത്തപിക്കുന്നു. അയാളുടെ മനസ്സിൽ കുറ്റബോധം നിറയുകയും ചെയ്യുന്നുണ്ട്. ഈ പാപത്തിൽ നിന്ന് തനിക്കൊരു മോചനമില്ല എന്ന് മനസ്സിലാക്കിയ അയാൾ വീട്ടിൽ കരുതിയിട്ടുള്ള തോക്കുപയോഗിച്ച് സ്വയം വെടിവെച്ച് മരിക്കുകയും ചെയ്യും. ഈ രണ്ട് മരണങ്ങളും അന്ന് ആ നാടിനെ വല്ലാണ്ട് പിടിച്ചു കുലുക്കിയിട്ടുണ്ടായിരുന്നു. ഇരു മൃതദേഹങ്ങളും ഒരുമിച്ച് അടക്കം ചെയ്യാമെന്ന് അവർ തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ കാളിന്റെ ഭാര്യ വീട്ടുകാർ കാളിനൊപ്പം ഭാര്യയെ അടക്കം ചെയ്യാൻ സാധിക്കില്ല എന്ന് വാശി പിടിക്കുന്നുണ്ട്. മാത്രമല്ല കാളിന്റെ മൃതശരീരം ഈ നാട്ടിലെ സെമിത്തേരിയിൽ അടക്കം ചെയ്യുവാൻ അവർ സമ്മതിക്കില്ല എന്നും പറയുന്നു. അവസാനം ഗത്യന്തരമില്ലാതെ കാളിന്റെ മൃതദേഹം മറ്റൊരു നാട്ടിൽ മറ്റൊരു സെമിത്തേരിയിലായിരുന്നു അടക്കം ചെയ്തത്. അടക്കം ചെയ്ത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ കല്ലറയ്ക്ക് ചുറ്റും വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള മാറ്റങ്ങൾ കാണുവാൻ ആരംഭിച്ചു. മറ്റ് കല്ലറകൾക്കൊന്നും ഇല്ലാത്തതും വിചിത്രമായതുമായ പല സംഭവങ്ങളും
ആ സെമിത്തേരിയിൽ നടക്കുവാൻ ആരംഭിച്ചു. മറ്റ് കല്ലറകൾക്കൊന്നും ഇല്ലാത്ത വണ്ണം കാളിന്റെ കല്ലറയ്ക്ക് ചുറ്റും നിറവ്യത്യാസങ്ങൾ കാണുവാൻ ആരംഭിച്ചു. മാത്രമല്ല ചങ്ങല പോലെ തോന്നിക്കുന്ന എന്തോ ഒന്ന് ആ കല്ലറയ്ക്ക് ചുറ്റും രൂപപ്പെടുവാനും ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആ നാട്ടിലെ ഓരോരുത്തരും ശ്രദ്ധിക്കുന്നുമുണ്ടായിരുന്നു. അങ്ങനെ ആ കല്ലറ ആ നാട്ടിലെ സംസാര വിഷയമായി മാറുന്ന സമയത്തായിരുന്നു ആ യുവാവിൻ്റെയും ആ സ്ത്രീയുടെയും മരണം നടക്കുന്നത്. ഈ രണ്ട് മരണങ്ങൾ ആ കല്ലറയുമായി ബന്ധപ്പെട്ടത് കൊണ്ട് തന്നെ ആ കല്ലറയോടുള്ള പേടി ജനങ്ങൾക്ക് വളരുവാൻ ആരംഭിച്ചു. ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ എതിർത്ത പലരും അന്ന് ആ നാട്ടിലുണ്ടായിരുന്നു. അത്തരത്തിലൊരാൾ ആ കല്ലറയ്ക്ക് നേരെ വെടിയുതിർക്കുകയുണ്ടായി. ആ കഥ ഇങ്ങനെയാണ്. അതൊരു കർഷകനാണെന്നും അതല്ല അതൊരു വേട്ടക്കാരനാണെന്നും പറയുന്നവരുണ്ട്. അത് എന്ത് തന്നെയാണെങ്കിലും ആ കഥ ഇങ്ങനെയാണ്. മരിച്ച ആ സ്ത്രീയുടെ ഗതിയെപ്പറ്റി കേട്ട ഒരു കർഷകൻ തൻ്റെ കുടുംബത്തിലെ 3 അംഗങ്ങൾക്കൊപ്പം ആ സെമിത്തേരിയുടെ സമീപത്തുകൂടെ പോവുകയായിരുന്നു. അപ്പോൾ ആ കർഷകൻ ചിന്തിച്ചത് തൻ്റെ ധൈര്യം കാണിക്കുവാനുള്ള സമയം ഇതാണെന്നായിരുന്നു. അയാൾ തൻ്റെ കുടുംബാംഗങ്ങൾക്ക് മുന്നിൽ തൻ്റെ ധൈര്യം കാണിക്കുവാനായി കയ്യിൽ കരുതിയ തോക്കെടുത്ത് ആ ശവക്കല്ലറയുടെ മുകളിൽ പലതവണ വെടിവെക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് അവർ വന്നിരുന്ന ആ കുതിരവണ്ടിയിലെ കുതിരകൾ വിരണ്ടോടുകയും ആ വണ്ടിയിലുണ്ടായിരുന്ന 3 കുടുംബാംഗങ്ങൾ നിലത്ത് വീഴുകയും ചെയ്യുന്നു. എന്നാൽ ഈ കർഷകനെയും വഹിച്ചുകൊണ്ട് ആ വണ്ടി ദൂരത്തേക്ക് ഓടിമറയുന്നു. ആ വണ്ടിക്ക് പിറകെ ഓടിയ ആ കുടുംബാംഗങ്ങൾ അവസാനം കണ്ടത് കുതിരയെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന കയറിൽ കഴുത്ത് കുടുങ്ങി മരിച്ചു കിടക്കുന്ന ആ കർഷകനെ ആയിരുന്നു. ഈ ഒരു മരണത്തോടു കൂടി ആ നാട്ടിലെ അന്ധവിശ്വാസങ്ങളെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ആ നാട്ടിലെ പകുതിയിലധികം പേരും ആ ശ്മശാനത്തിൽ തൻ്റെ പ്രിയപ്പെട്ടവരെ അടക്കം ചെയ്യുവാൻ വിസമ്മതിച്ചുകൊണ്ടേയിരുന്നു. അതിനൊപ്പം തന്നെ ഗവൺമെന്റിനും ഇതിന്റെ രഹസ്യം കണ്ടുപിടിക്കുവാനായി വലിയ പ്രഷറും ഉണ്ടായിരുന്നു. അതിനായി അവർ 2 പോലീസുകാരെ നിയമിക്കുകയും ചെയ്തു. പോലീസുകാർ ദിവസം മുഴുവനും ആ സെമിത്തേരിയെ ചുറ്റിപ്പറ്റി നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. ഏതാനും ദിവസത്തെ അന്വേഷണങ്ങൾക്കൊടുവിൽ ആ സെമിത്തേരിയിൽ അത്തരത്തിൽ ഒരു പ്രശ്നവുമില്ല എന്ന് വിധി എഴുതി അവർ തിരികെ പോകുവാൻ ഒരുങ്ങി. അങ്ങനെ പോകുവാൻ നേരം അതിൽ ഒരു പോലീസുകാരൻ കാളിന്റെ ശവക്കല്ലറയുടെ ഒരു ഫോട്ടോ കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. നേരം വൈകിയതും അവർ പോലീസ് ജീപ്പിൽ തിരികെ പോകുവാൻ ആരംഭിച്ചു. എന്നാൽ അത്തരത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന പോലീസുകാരൻ അത് ശ്രദ്ധിച്ചത്. റിയൽ മിററിൽ നോക്കിയപ്പോൾ തന്റെ വാഹനത്തിന് പുറകിലായി തീഗോളം പോലെ തോന്നിക്കുന്ന ഒരു പ്രകാശം പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് കണ്ട് ഭയന്ന ആ പോലീസുകാരൻ വേഗത്തിൽ വണ്ടി ഓടിക്കുവാൻ ആരംഭിച്ചു. എന്നാൽ എത്ര തന്നെ വേഗത്തിൽ ഓടിച്ചിട്ടും ആ തീഗോളം അവരെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. അവസാനം അമിത വേഗത്തിൽ റോഡിൽ നിന്ന് ഇറങ്ങിയ ആ വാഹനം 2 പോസ്റ്റുകൾക്കിടയിലൂടെ റോഡിന്റെ വശത്തേക്ക് ഇടിച്ചു കയറുകയാണ് ചെയ്തത്. ആ ഇടിയുടെ ആഘാതത്തിൽ ഒപ്പം ഇരിക്കുന്ന പോലീസുകാരെ തെറിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. അയാൾ എഴുന്നേറ്റ് വന്ന് തന്റെ സഹപ്രവർത്തകനെ നോക്കിയപ്പോൾ കണ്ട കാഴ്ച മറ്റൊന്നായിരുന്നു. ആ 2 പോസ്റ്റുകൾക്കിടയിൽ കെട്ടിയ കമ്പി വാഹനത്തിന്റെ ചില്ലും തകർത്ത് ആ പോലീസുകാരന്റെ കഴുത്തും മുറിച്ചിട്ടായിരുന്നു കടന്നു പോയിട്ടുണ്ടായിരുന്നത്. 1940ഓടെ ആ നാട്ടിലെ ജനങ്ങൾ ആ സെമിത്തേരിയെ പൂർണ്ണമായും ഒഴിവാക്കി. ആ സമയത്താണ് മറ്റൊരു നാട്ടിൽ നിന്നും കാൾ പ്ലോട്ടിന്റെ ശവക്കല്ലറ നശിപ്പിക്കുമെന്ന പ്രതിജ്ഞയും എടുത്തുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ വരുന്നത്. അയാൾ വലിയൊരു ചുറ്റികയും എടുത്തുകൊണ്ട് സെമിത്തേരിയിലേക്ക് നടക്കുവാൻ ആരംഭിച്ചു. അയാളെ പിന്തുടർന്നുകൊണ്ട് ആ ഗ്രാമത്തിലെ ഏതാനും ഗ്രാമവാസികളും ഉണ്ടായിരുന്നു. സെമിത്തേരിയുടെ ഗേറ്റ് തുറന്ന് അയാൾ അകത്ത് കടന്നു. എന്നാൽ ഗ്രാമവാസികളെല്ലാം തന്നെ അയാളെ നോക്കിക്കൊണ്ട് സെമിത്തേരിക്ക് പുറത്തു നിൽക്കുകയാണ് ചെയ്തത്. അയാൾ അകത്തുപോയി തന്റെ കയ്യിലുള്ള വലിയ ചുറ്റിക ഉപയോഗിച്ച് ആ കല്ലറ പൊളിക്കുവാൻ ആരംഭിച്ചു. പുറത്തു നിൽക്കുന്ന ഗ്രാമവാസികൾക്ക് ശക്തമായി കല്ലിൽ വന്നടിക്കുന്ന ചുറ്റികയുടെ ശബ്ദം കേൾക്കാമായിരുന്നു. എന്നാൽ ഏതാനും സമയത്തിനു ശേഷം അവർ കേട്ടത് രക്തം തണുപ്പിക്കുന്ന ഒരു അലർച്ചയായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്ന ആ ഗ്രാമവാസികൾ കുറച്ചു സമയത്തിനു ശേഷം ധൈര്യം സംഭരിച്ച് ആ സെമിത്തേരിയുടെ അകത്തേക്ക് പോയി നോക്കുന്നു. അപ്പോൾ അവരവിടെ കണ്ട കാഴ്ച മരിച്ചു കിടക്കുന്ന ആ ചെറുപ്പക്കാരനെ ആയിരുന്നു. അയാളുടെ കഴുത്തിൽ സെമിത്തേരിയുടെ ഗേറ്റ് പൂട്ടാൻ ഉപയോഗിക്കുന്ന ചങ്ങലയും ചുറ്റി കിടക്കുന്നുണ്ടായിരുന്നു. ഇതുകൂടി ആയപ്പോൾ ആ ഗ്രാമത്തിലെ ജനങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ശവക്കല്ലറകളെല്ലാം തന്നെ ആ സെമിത്തേരിയിൽ നിന്നും തോണ്ടിയെടുത്ത് മറ്റൊരു സ്ഥലത്ത് കൊണ്ടായി അടക്കം ചെയ്യുകയാണ് ചെയ്തത്. 1950 ആയപ്പോഴേക്കും ആ സെമിത്തേരിയിൽ കാൾ പ്ലോട്ടിന്റെ ശവക്കല്ലറ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ബാക്കിയെല്ലാം അവരുടെ ബന്ധുക്കൾ തോണ്ടിയെടുത്ത് മറ്റൊരു സ്ഥലത്ത് കൊണ്ടായി അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. 1958ഓടെ ആ സ്ഥലം ഒരു ഫാക്ടറി വാങ്ങിക്കുകയും കാൾ പ്ലോട്ടിന്റെ ശവക്കല്ലറ അപ്പാടെ പൊളിച്ച് കളയുകയും ചെയ്തു. എന്നാൽ ആ നാട്ടിലെ ജനങ്ങളെ അമ്പരപ്പിച്ചുകൊണ്ട് ആ ശവക്കല്ലറ പൊളിച്ച ഒരു ജോലിക്കാരനും ഒരു തരത്തിലുള്ള അപകടവും ഉണ്ടായില്ല. ഇത് കണ്ട ആ നാട്ടിലെ ജനങ്ങൾ പറഞ്ഞത് ആ നാട്ടിലെ അവസാനത്തെ മരണത്തോടു കൂടി കാളിന്റെ കോപം ശമിച്ചു എന്നായിരുന്നു. ഇത് വെറും ഒരു അർബൻ ലെജൻഡ് സ്റ്റോറിയാണ്. അന്നത്തെ കാലഘട്ടത്തിനോട് നീതി പുലർത്തിക്കൊണ്ട് ഇന്നും നിലനിൽക്കുന്ന വെറും ഒരു അർബൻ ലെജൻഡ് സ്റ്റോറി. നമുക്ക് ചുറ്റിലുമുണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് സ്റ്റോറികൾ. ഒടിയനായും മാടനായും മറുതയായും നമ്മൾ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് കഥകൾ. വിശ്വാസയോഗ്യമായ പല തെളിവുകളും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട്
ആ കഥകൾ കാലത്തെ അതിജീവിച്ചുകൊണ്ട് ഇന്നും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അത്തരത്തിലുള്ള കഥകൾ നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുവാനും ശ്രമിക്കണേ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ബൈ.